ഇനി പച്ചപ്പിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു കൊച്ചുമിടിക്കെ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് വേങ്ങേരിയിലാണ് കൊച്ചുമിടിക്ക്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവിക ദീപക്. ദേവിക എന്താ ചെയ്യുന്നതെന്നറിയോ? വൃക്ഷത്തൈകൾ നടാനും അതുപോലെ തന്നെ അതിനെ പരിപാലിക്കാനും ഓടുകയാണ്. അതുമാത്രമല്ല, ആവശ്യക്കാർക്ക് വൃക്ഷത്തൈ എത്തിച്ചു കൊടുക്കാനും ഈ 9 വയസ്സുകാരി തയ്യാറാണ്. മരങ്ങൾ നടിയിടണം, തളിരുകൾ കിളിർക്കണം, പൂക്കളും കായ്ക്കളും നിറയെ കാണണം. ചില്ലകൾ ആകാശത്തട്ടിനെ നോക്കണം, കിളികളും മണ്ണാനും ചെറുപറെ ചിലയ്ക്കണം. ഒടുവിലും ദേവിക മരമായി വളരണം, ഇഹലോഹമായവർ അഭയമായി തീരണം. വീടിന്റെ പിന്നാമ്പുറത്ത് അവളെ കാത്ത് ഒരുപാട് ജീവനുകളുണ്ട്. തളിരിട്ടതും പൂവായതും കായ് വന്നതുമായ പലതരം ചെടികൾ. അവധി ദിവസമെല്ലാം ചിലവഴിക്കുന്നത് ഇവിടെ തന്നെ. സ്കൂളിൽ പോകുന്നതിന് മുൻപും സ്കൂൾ വിട്ടതിന് ശേഷവും പരിപാലനത്തിനിറങ്ങും. വീട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വൃക്ഷപരിപാലനം. പോലീസ് സ്റ്റേഷനുകള്, സ്കൂളുകള്, സർക്കാർ സ്ഥാപനങ്ങള്, അമ്പലങ്ങള്, അവിടെയൊക്കെയാണ് നടുന്നത്. 504 വൃക്ഷത്തൈകളാണ് നട്ടിട്ടുള്ളത്. ഇത് 1000 എത്തിക്കണം എന്നാണ്. ഞാൻ 1000 കഴിഞ്ഞാലും നടും. കവുങ്ങ്, റംബൂട്ടാൻ, മന്ദാരം, അശോകം, വഴുതന, തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെ വിവിധ ഇനം തൈകളാണുള്ളത്. കാർഷിക കേന്ദ്രത്തിൽ നിന്നാണ് തൈകൾ വാങ്ങുക. പിന്നീട് വിത്തിട്ട് മുളപ്പിക്കും. മരം നടൽ മാത്രമല്ല, വീട്ടിൽ മാലിന്യ സംസ്കരണവും ഈ കൊച്ചുമിടുക്കി ഒരുക്കിയിട്ടുണ്ട്. അച്ഛൻ ദീപക്കും അമ്മ സിൻസിയും അനിയനുമാണ് ചെടികളുടെ പരിപാലനത്തിന് കൂട്ട്. വൃക്ഷത്തൈ വാങ്ങിപ്പോയവർ ആ വഴിക്കങ്ങ് പോയോ എന്ന് ദേവിക പ്രത്യേകം തിരക്കും. വൃക്ഷത്തൈ പരിപാലനത്തിലെ പാളിച്ചകളും കുറവുകളും കൈയോടെ തിരുത്തും. ദേവികയുടെ ഈ ഉദ്യമത്തിന് നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ മരം മുറിക്കുന്ന ഒരു തണലല്ലേ, പിന്നെ നമുക്ക് മണ്ണൊലിപ്പ് തടയും, ഓക്സിജൻ ലഭിക്കും, പിന്നെ കിളികൾക്ക് വാസസ്ഥലം ഒരുക്കും. എല്ലാവരും ചെടി നടുക. വലിയൊരു പൂന്തോട്ടം സ്വന്തമായി ഉണ്ടാക്കണം. അതിലെ ഉദ്യാനപാലികയായി വിലസണം. അത് മാത്രമാണ് ദേവിക കാണുന്ന സ്വപ്നം. പ്രകൃതിക്ക് മേൽ മനുഷ്യന്റെ ചൂഷണം നടക്കുന്ന ഈ കാലത്ത് ഈ കൊച്ചുമിടുക്കി എല്ലാവർക്കും ഒരു മാതൃകയാണ്. അവളുടെ ഈ പാതയിലൂടെ ഒരുപാട് പേർ മുന്നോട്ടേക്ക് വരട്ടെ. ശ്രീ പാർവതി, മനോരമ ന്യൂസ്, കോഴിക്കോട്.